ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനന്തപുരി തറവാട്ടിലെ പൂജയും കാര്യങ്ങളും ഒക്കെ അവിടെ ഭംഗിയായിട്ട് നടന്നു. എന്തായാലും നവ്യ നയനയെ ചോദ്യം ചെയ്തുകൊണ്ട് വന്ന് നിന്ന സമയത്ത് എല്ലാവരും ചേർന്ന് നയന ചെയ്ത കാര്യത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അവരുടെ എല്ലാവരോടുമായിട്ട് പറയാം. കാരണം സമയത്തിന് വിലയുണ്ടെന്നും ഈ കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണമെന്നും. നവ്യയ്ക്കാണെങ്കിൽ അവിടുന്ന് ഒരു വാക്ക് പോലും നിന്ന് സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ അവിടെ ശരിക്കും പറഞ്ഞ നവ്യ പെടുത്തി കളഞ്ഞു. സ്വന്തം ഭർത്താവും അമ്മായിമ്മ പോലും നവ്യയ്ക്ക് സൈഡായിട്ട് നിന്നില്ല. എന്തായാലും ആ ഒരു സന്തോഷത്തിന് ശേഷം നമ്മുടെ നയനിയും അതുപോലെ തന്നെ ആദർശവും കൂടി നിൽക്കുന്നു, അതുപോലെ സംസാരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ മുത്തശ്ശന് ഭയങ്കര സന്തോഷമായി. ഇടയ്ക്കിടയ്ക്ക് ആദർശ് ഇങ്ങനെ മുത്തശ്ശനെ നോക്കുന്നുണ്ട്. മുത്തശ്ശൻ്റെ മുഖത്ത് സന്തോഷമാണോ, മുത്തശ്ശൻ്റെ മുഖത്ത് സന്തോഷമാണോ എന്നുള്ളത്. എന്തായാലും മുത്തശ്ശൻ്റെ മുഖത്ത് സന്തോഷം ഇച്ചിരി കൂടെ കൂട്ടിയേക്കാമെന്നാണ് ആദർശ് വിചാരിച്ചത്. ഈ സമയത്ത് എല്ലാവരും കൂടി അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ആദർശ് ഈ പ്രാവശ്യത്തെ ഏറ്റവും നല്ല ഡിസൈനായ നെക്ലേസ് അവിടെ കൊടുക്കണമല്ലോ, അപ്പോൾ അതെടുക്കാനായിട്ട് പോയി. അപ്പോൾ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, മുത്തശ്ശ ഈ പ്രാവശ്യത്തെ നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ വന്നിട്ടുണ്ട്, അത് ഞാൻ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ആദർശത്തെ എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. ഈ സമയം ദേവയാനി ഇങ്ങനെ നോക്കി നിൽക്കുക. എല്ലാ പ്രാവശ്യവും ദേവയാനിക്കാണ് കൊടുക്കുന്നത്, അതിങ്ങനെ കിട്ടും എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ആ സമയം ആദർശ് അത് എടുത്തുകൊണ്ട് വരുന്നതും പ്രതീക്ഷിച്ച് നിൽക്കുന്ന നമ്മുടെ നയനയും. കൊണ്ടുവരുന്നത് തനിക്ക് കിട്ടുമെന്ന് നയനയ്ക്ക് ഒരു പ്രതീക്ഷയില്ല, എങ്കിൽ പോലും അത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. നയന ഇങ്ങനെ നിൽക്കുക. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയമാണ് നമ്മുടെ ജലജ തൊട്ടരികിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്, എല്ലാ പ്രാവശ്യവും ഏട്ടത്തിക്കാണ് നമ്മുടെ കടയിൽ ആദ്യത്തെ വരുന്നതിന് ഏത് ആഭരണങ്ങളാണെങ്കിലും ആദ്യം വരുന്നതിൻ്റെ ആ ഒരു ഇത് തരുന്നത്. മകൻ എല്ലാ കൊല്ലവും അമ്മയ്ക്ക് തരുന്നു, പക്ഷേ ഇക്കൊല്ലം മകൻ അത് ആർക്ക് കൊടുക്കും എന്നുള്ളത് അറിയില്ല. എന്തായാലും അത് മിക്കവാറും അവൾക്ക് തന്നെയായിരിക്കും കൊടുക്കുന്നത് എന്നും പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യം പറയുക. അപ്പോൾ അതൊന്നും വിശ്വസിക്കാതെ നമ്മുടെ ദേവയാനി ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഒരു മന്ദബുദ്ധിത്തരം മകൻ ചെയ്യില്ല എന്നുള്ള പ്രതീക്ഷയോടെ അങ്ങനെ ദേവയാനി മകനിപ്പോൾ കൊണ്ടുവരുന്നത് ഇടാം എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ആദർശ് അത് എടുത്തുകൊണ്ട് വന്നു. ആദർശ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിങ്ങനെ കാണാനായിട്ട് നിൽക്കുന്ന എല്ലാവരുടെയും മുന്നിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്താ നല്ല രസമുള്ള നെക്ലേഴ്സ്, അടിപൊളി നെക്ലേഴ്സ്. അത് കണ്ടപ്പോൾ മുത്തശ്ശന് ഒരുപാട് സന്തോഷമായി. അപ്പോൾ മുത്തശ്ശൻ പ്രതീക്ഷിക്കുന്നത് ആർക്കിട്ട് കൊടുക്കും, അത് നയനക്ക് ഇട്ട് കൊടുക്കണം എന്നാണ് മുത്തശ്ശൻ്റെ ആഗ്രഹം. അപ്പോൾ മുത്തശ്ശൻ്റെ ആഗ്രഹം എന്താണെന്നുള്ളത് നമ്മുടെ ആദർശിന് അറിയാം. അതുകൊണ്ട് തന്നെ ആദർശ് എന്ത് ചെയ്തു, ആ ഒരു നെക്ലേഴ്സ് എടുത്തിട്ട് എല്ലാ പ്രാവശ്യവും നെക്ലേഴ്സ് കൊണ്ടുവന്നാൽ ഞാൻ നൽകുന്നത് എൻ്റെ അമ്മയ്ക്കാണെന്നും ഇത്തവണ ഞാൻ എൻ്റെ ഭാര്യയ്ക്കാണ് അത് കൊടുക്കുന്നതെന്നും പറഞ്ഞ് ആ നെക്ലേഴ്സ് എടുത്ത് നയനയുടെ നേരെ ഇങ്ങനെ വെച്ച് കാണിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവയാനി ഞെട്ടിപ്പോയില്ലേ. ദേവയാനി ഇങ്ങനെ അമ്പരപ്പോട് കൂടി നോക്കുവാണ്. ഇപ്പം എങ്ങനെയുണ്ട് ഏട്ടത്തി, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം വന്നോ? അവനെ അത്രത്തോളം സ്വാധീനിച്ചു കഴിഞ്ഞു അവൾ. എല്ലാം അവളുടെ കൈപ്പിടിക്കുള്ളിലാക്കാനുള്ള പരിശ്രമത്തിൽ അവൾ. കണ്ടോ ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്നിങ്ങനെ പറയാം. അപ്പം എന്താ ജലജേ നിനക്ക് എന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പോൾ, അല്ല എല്ലാ പ്രാവശ്യവും ഏട്ടത്തിക്കാണ് സാധാരണ മകൻ ആദ്യത്തെ മോഡൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത്, പക്ഷേ ഇപ്രാവശ്യം മാത്രം അതങ്ങനെയല്ല. ഞാൻ ആ കാര്യം പറയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ, എല്ലാ പ്രാവശ്യവും ഒരുപോലെ തന്നെ ചെയ്യണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇത്തവണ അവൻ്റെ ഭാര്യയ്ക്ക് അവനത് കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? മറ്റാർക്കും അല്ലല്ലോ, അവനവൻ്റെ ഭാര്യയ്ക്കല്ലേ അത് കൊടുക്കണതെന്ന് ചോദിച്ചു മുത്തശ്ശൻ അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഇങ്ങനെ തുറച്ചു നോക്കുക. അതുപോലെ തന്നെ മകന് മനസ്സിലായി അമ്മയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. മകനിങ്ങനെ അമ്മയെയും നോക്കുന്നു. എന്തായാലും ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ നെക്ലേഴ്സ് ഇങ്ങനെ നയനയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മുത്തശ്ശൻ പറഞ്ഞു, അത് വെറുതെ കയ്യിലിട്ട് കൊടുത്താൽ മാത്രം പോരാ, അത് കഴുത്തിലിട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആദർശ് ആ മാല എടുത്ത് നയനയുടെ കഴുത്തിലിട്ട് കൊടുക്കുക. അപ്പോൾ ആദർശ് ഒരു ഇഷ്ടക്കുറവും ദേഷ്യമൊന്നും കാണിക്കണില്ല കേട്ടോ. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അത് ഇട്ട് കൊടുക്കുന്നത്. തൊട്ടപ്പുറം നിന്നതൊക്കെ കണ്ടിട്ട് നവ്യയുടെ നെഞ്ചങ്ങ് പൊളിഞ്ഞു പോകുന്ന അവസ്ഥയാണ്. കാരണം എന്താ, നവ്യയ്ക്ക് യാതൊരു സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ ഒരു സമ്മാനങ്ങളോ ഒന്നും കിട്ടുന്നില്ല. അഭിയാണെങ്കിൽ അത് കൊണ്ടുപോയി കൊടുക്കണമില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ നവ്യയ്ക്ക് അങ്ങ് സഹിക്കണില്ല. എനിക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങൾ മുഴുവൻ അവൾ തട്ടിയെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അയാളെ എങ്ങനെ കെട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ആദർശിനെ കെട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള ചിന്തകൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക നവ്യയ്ക്ക്. അതിനുശേഷം ആ ദേഷ്യം മുഴുവൻ അഭിയുടെ മുഖത്ത് അഭിയോട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും മാലയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട്, എൻ്റെ മോൾക്ക് ഇത് നന്നായി ഇണങ്ങുന്നുണ്ടെന്നൊക്കെ അന്നേരം മുത്തശ്ശി അവിടെ നിന്ന് പറഞ്ഞു. ഇപ്പോൾ രണ്ടുപേരും നല്ല ജോഡികളാണെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ഇവർ തമ്മിൽ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, മറ്റു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ 3 മാസത്തിന് ഉള്ളിൽ മോള് വിശേഷം അറിയിക്കും എന്ന് മുത്തശ്ശൻ അങ്ങ് പറഞ്ഞു. മുത്തശ്ശൻ അത് പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനയും ആദർശം ഇങ്ങനെ പരസ്പരം നോക്കുക. അപ്പോൾ ആദർശം മനസ്സിൽ പറയുന്നുണ്ട്, 3 അല്ല 30 അല്ല
എത്ര മാസം കഴിഞ്ഞാലും അത് കേൾപ്പിക്കാനുള്ള യാതൊരു സാധ്യതയില്ലാന്ന്. അപ്പം അങ്ങനെ ആ ഒരു ഇതിൽ ഇവരിങ്ങനെ ചിന്തിച്ചു നിൽക്കുക. പിന്നെ ആ ഒരു സന്തോഷ നിമിഷമൊക്കെ കഴിഞ്ഞു ഇവരുടേതായിട്ടുള്ളത്. അതെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാവരും പോയി. പിന്നെ വീടിൻ്റെ അപ്പുറം മൂലയ്ക്ക് പോയി കലിപ്പ് കയറിയിരിക്കുന്ന ദേവയാനി. അപ്പോൾ ദേവയാനി ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ജലജ ദേവയാനിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അമ്മയ്ക്ക് നയനയ്ക്ക് ഈ സ്വർണം കൊടുത്തത് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആദർശ അമ്മയെ തേടി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പം അമ്മ ഇങ്ങനെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് ഇരിക്കുന്നത് കണ്ടു. അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട മകൻ അമ്മയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. എന്ത് സംസാരിക്കാനാടാ? അവൾക്ക് മാല കൊടുത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും ന്യായീകരണം പറയാനായിട്ട് നീ വന്നതാണോ? എനിക്ക് നിൻ്റെ ഒരു ന്യായീകരണം കേൾക്കണ്ട, എനിക്കതിനൊന്നും താല്പര്യമില്ലെന്നും പറഞ്ഞ് പറയുമ്പോൾ അമ്മ അങ്ങനെ പറയരുത്, എനിക്ക് പറയാനുള്ളത് അമ്മയൊന്ന് കേട്ടേ പറ്റൂ, അമ്മയൊന്ന് കേൾക്കണം എന്നും പറഞ്ഞായി മകൻ. എവിടുന്ന് ആര് പറഞ്ഞാലും അമ്മ കേൾക്കില്ല. അമ്മേൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കും. മുത്തശ്ശൻ സന്തോഷിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അല്ലാതെ ഒരിക്കലും മനസ്സായിട്ടല്ല ഞാൻ അവൾക്കത് കൊടുത്തത്. അമ്മയ്ക്കുള്ളത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞു. എന്തു പറഞ്ഞാലും മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ. എനിക്കറിയാം നീ അച്ഛനെ എന്തിനോ വേണ്ടി പേടിക്കുന്നുണ്ടെന്ന്. എന്തിനു വേണ്ടിയാണ് നീ അച്ഛനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇതുപോലൊക്കെ ചെയ്യുന്നത്? മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാതെ നീ എന്തിനു ഓരോന്നൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അതെനിക്കിപ്പോൾ തൽക്കാലം അമ്മയോട് പറയാൻ പറ്റില്ല, അത് ഞാൻ പറയുകയില്ല. പിന്നെ അമ്മ ഒന്ന് വിചാരിച്ചാൽ മതി, എത്രയൊക്കെ ഞാൻ അവളുടെ മുന്നിൽ നിന്നാലും എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ സ്നേഹം കാണിച്ചാലും ഉള്ളുകൊണ്ട് എനിക്ക് അവളെ സ്നേഹിക്കാൻ ഒരിക്കലും കഴിയില്ലെന്ന്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് ജയൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും സംസാരം അത് കേട്ടപ്പോഴേക്കും ജയന് മനസ്സിലായി, അപ്പോൾ ഇവൻ വെറുതെ വഴിപാട് കഴിക്കുന്നത് മാത്രമാണെന്ന്. പെട്ടെന്ന് തന്നെ അമ്മയോട് ഈ കാര്യമൊക്കെ പറഞ്ഞു. എന്നെ പറഞ്ഞു ഒന്നും ഫലിപ്പിക്കാനായിട്ട് നോക്കണ്ട, എനിക്ക് നിൻ്റെ കള്ളത്തരങ്ങളൊന്നും കാണണ്ട കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് തുള്ളിച്ചാടി അങ്ങ് പോയി. അതേ സമയത്ത് മകൻ ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുക. അപ്പോഴാണ് അച്ഛൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. നീ ചെയ്യുന്നതൊക്കെ എത്ര വലിയ തെറ്റാണെന്ന് നിനക്കറിയാമോ എന്നും ചോദിച്ചുകൊണ്ട്. നീ കാണിക്കുന്നതെല്ലാം പാവപ്പെട്ട നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു. നിഷ്കളങ്കയോ? അവളോ? അച്ഛൻ അവളെക്കുറിച്ച് അറിയില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പം നിനക്ക് അവളെക്കുറിച്ച് അറിയില്ലെന്ന് പറ, അതാണ് യഥാർത്ഥ ശരി. എനിക്ക് അവളെക്കുറിച്ച് അറിയില്ലെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങനെ അച്ഛൻ. പിന്നെ നയനമോളെ പോലെ ഒരു ഭാര്യയെ കിട്ടാൻ നീ എത്ര ജന്മം ഇരിക്കണമെന്നറിയോ? അങ്ങനെ ഇരുന്നാൽ പോലും നിനക്ക് കിട്ടിയെന്ന് വരില്ല. നിന്റെ അമ്മയുടെ പ്രീതിക്ക് വേണ്ടി നീ നിന്റെ ഭാര്യയെയും നിന്റെ മനസാക്ഷിയെയും നിന്റെ കുടുംബത്തെയും നിന്റെ ജീവിതത്തെയും വഞ്ചിക്കുന്നത് വളരെ വലിയ തെറ്റാണ് മോനെന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറയുന്നു. ഇതിൻ്റെ ഒന്നും വില ഇപ്പോഴല്ല, പിന്നീടാണ് നീ തിരിച്ചറിയാൻ പോകുന്നതെന്നും അച്ഛൻ മകനോട് പറയാം. നിനക്ക് വേണ്ടി നീ ജീവിച്ചില്ലെങ്കിൽ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും, നീ പിന്നീട് ഇരുന്ന് കരയേണ്ടി വരുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ജയനും അങ്ങ് പോയി. പിന്നെ നമ്മുടെ ആദർശ് തന്നെയായി അവിടെ നിന്ന് ആലോചനയാണ്. ഈ സമയത്ത് നമ്മുടെ നന്ദുവിനെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുക. അപ്പം നന്ദുവിനെ തുറന്നു വിടാനായിട്ട് അച്ഛൻ പറഞ്ഞപ്പം അവളെ തുറന്നു വിടാൻ ഒക്കുകയല്ല, ഇനിയെങ്കിലും അവളെ പിടിച്ച് കെട്ടിയേ പറ്റുള്ളൂ. അവൾ കയർ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷ ഇല്ല, അവൾ കൈവിട്ട് പോകും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇനിയും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ ആരാണ് രക്ഷിക്കാനായിട്ട് വരിക? ആരും രക്ഷിക്കാനായിട്ട് വരില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ അമ്മയൊന്ന് തുറക്കമ്മേ എന്ന് പറഞ്ഞ് അകത്ത് കിടന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പം മകൾ ഇങ്ങനെ ഒരു പരിധിയെ കൂടുതൽ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടാകും എന്നുള്ളത് നമ്മുടെ അച്ഛന് മനസ്സിലായി. അപ്പം അച്ഛൻ പറയുന്നുണ്ട്, ഈ ഒരു തവണത്തേക്കും കൂടി നീ അവളോട് ക്ഷമിക്കുക. അപ്പോൾ ദേ ഗോവിന്ദേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മക്കൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനനുസരിച്ച് കിടന്ന് തുള്ളരുത് കേട്ടോ, തുള്ളി എൻ്റെ അവസ്ഥ അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പം അതുപോലെയല്ലല്ലോ ഇത് അവളെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവരോട് കൊടുത്ത വാക്ക് പാലിക്കാനല്ലേ, നീ ഈ ഒരു തവണത്തേക്ക് കൂടി അവളെ വിട്. എന്തായാലും അവൾ അവരോട് പോയി കാര്യങ്ങൾ പറഞ്ഞിട്ട് വരട്ടെ, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ അവൾ മോശക്കാരി ആവില്ലേ, വാക്കിന് വ്യവസ്ഥയില്ലാത്തവളാവില്ലേ? അങ്ങനെയാണോ നമ്മുടെ മക്കൾ വേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദേട്ടൻ കുറേ കിടന്ന് നിർബന്ധിച്ചത് കൊണ്ട് മാത്രം നന്ദുവിനെ വിടാനായിട്ട് പുള്ളിക്കാരി തയ്യാറായി. എന്നിട്ട് നന്ദു പോകാനായിട്ട് അങ്ങനെ കുറേ താക്കീതൊക്കെ കൊടുത്തിട്ട് നന്ദുവിനെ പറഞ്ഞു വിടാനായിട്ട് നോക്കാം. നന്ദു അങ്ങോട്ടേക്ക് അന്നേരത്തേക്കും ഓടി ചെല്ലാനുള്ള ഒരു ഇതിൽ നിൽക്കാം. എല്ലാം എനിക്കറിയാം അച്ഛാ, എല്ലാം എനിക്കറിയാം അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു വേഗം അങ്ങ് പോയി. നന്ദു അങ്ങ് പോയി കഴിഞ്ഞ് പിന്നെ ഈ പെണ്ണ് എന്തൊക്കെ പുകലുണ്ടാക്കിക്കൊണ്ടാണോ വരുന്നത് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കും കേട്ടോ. ആ സമയത്ത് നമ്മുടെ നന്ദു വേഗം തന്നെ ആ ഗ്രൗണ്ടിലേക്ക് ചെന്നു. നന്ദു ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടത്തല്ല അവിടെ കിടന്ന് എല്ലാവരും കൂടെ ഭയങ്കര അടിയും ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഒക്കെ. അപ്പോൾ എന്തായാലും അവരുടെ കൂട്ടത്തിൽ നമ്മുടെ അനിയുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചില്ല നന്ദു ആ സമയത്ത് അനി അവിടെ വരുമെന്ന്. നന്ദു കുറേ ഇടി കൊടുക്കുന്നു, അതുപോലെ തന്നെ കൂട്ടുകാർ വേറുള്ളവർക്ക് ഇടി കൊടുക്കുന്നു, വലിയ അടിയും ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ അനി ഇതിൻ്റെ ഇടയ്ക്ക് കയറി പിടിച്ചതാ. പാവം അനിയുടെ തലക്കിട്ട് നോക്കി ഏതോ ഒരുത്തൻ അടി വെച്ച് കൊടുത്തു ബാറ്റിന്. അങ്ങനെ നമ്മുടെ അനിയെ അവിടെ അടിച്ചു വീഴ്ത്തി. അനിയാണെങ്കിൽ അവിടെ വീണു കഴിഞ്ഞപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് തലയും പൊത്തി പിടിച്ചിങ്ങനെ വീണപ്പോഴേക്കും നന്ദു തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച നന്ദു ഞെട്ടിപ്പോയി. കാരണം അനിയുടെ തലയ്ക്ക് അടി കൊണ്ട് അനി ഇങ്ങനെ അവിടെ കിടക്കുമല്ലേ. വേഗം ഓടിച്ചെന്ന് അനിയെ എടുത്തു.
കൂടെ ഉള്ളവരെല്ലാവരും കൂടെ വന്ന് അനിയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്കും അനി ഭയങ്കരമായിട്ട് വേദന എടുത്ത് ഭയങ്കര ഇതിങ്ങനെ കാണിക്കാം, അയ്യോ അയ്യോ എന്നും പറഞ്ഞു. അനി എന്താ പറ്റിയ അനി എന്താ പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ വേഗം തന്നെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയി. അങ്ങനെ സീൻ മൊത്തത്തിൽ കോൺട്രയായി, ആകെ വിഷയമായി. ഇനിയിപ്പം ഇതിൽ ഈ ഒരു പ്രശ്നമാണ് സംഭവിച്ചതെന്നും അങ്ങനെയാണ് എനിക്ക് അപകടം പറ്റിയതെന്നൊക്കെ അനന്തപുരിയിൽ അറിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ അവിടെ വേറെ നേരിടണം. ഇതേ സമയത്ത് അഭിയെ അവിടെ എടുത്തിട്ട് പൊരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നവ്യ. കണ്ടില്ലേ, അവൾക്ക് അവൻ കൊടുത്ത സമ്മാനങ്ങൾ കണ്ടില്ലേ, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം, നിങ്ങളെ കൊണ്ട് അതിന് കൊള്ളില്ല, ഇതിന് കൊള്ളില്ല, അങ്ങനെ കൊള്ളില്ല, ഇങ്ങനെ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലാതായതും ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തവനായതും അവിടെ വെറും ഒരു സ്റ്റാഫായി ചുരുങ്ങിയതും നീ ഒറ്റ ഒരുത്തി കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് അഭി അന്നേരം പറയുക, ഞാനെന്ത് ചെയ്തിട്ടാ, നിനക്ക് കഴിവില്ലാതായി പോയതിന് നീ ഇതിനെ എന്നെ പഴിക്കുന്നതെന്നും ചോദിച്ചുകൊണ്ടായി നവ്യ. അതെ, ചുമ്മാ കയറി അങ്ങ് നടന്നാൽ പോരാ, തലയ്ക്ക് ആ താമസം വേണം. അല്ലാതെ എൻ്റെ മുന്നിൽ പറഞ്ഞതൊന്നും അല്ല സത്യം എന്നുള്ളത് നീ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കാം. നീ വെറും സീറോയാ, ബിഗ് സീറോ, നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നവ്യ അഭിയെ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഇണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ദേവയാനിയെയും അതുപോലെ നവ്യയെയും ഒക്കെ തൂത്തുവാരിക്കൊണ്ടാണ് അല്ലെങ്കിൽ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ആദർശ് നയനയ്ക്ക് ആ ഒരു വലിയ സമ്മാനം കൊടുക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു വലിയ സ്ഥാനം, അതായത് വീട്ടിലെ മൂത്ത മരുമകൾ എന്നുള്ളൊരു സ്ഥാനം, ആ മാല കിട്ടിയതോടുകൂടി അത് അങ്ങനെ തന്നെയായി മൂത്ത മരുമകൾ എന്നുള്ളൊരു സ്ഥാനവും കിട്ടുന്നത്. ഇത് താഴെക്കിടയിൽ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും കലിപ്പുണ്ടാക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിറഞ്ഞ മനസ്സോടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.